ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞായിരുന്നു മറ്റേ വീഡിയോ കൂടുതൽ എന്തായതുകൊണ്ടാണ് പകുതി ആക്കിയത്. അപ്പം ഈ വീഡിയോയിൽ പകുതി ഞാൻ മറ്റേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബാക്കിയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണേ ഗൈസ്. പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കിയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ബാക്കി കളിച്ചുകൊണ്ടിരിക്കുക. അത് ലാസ്റ്റ് നമ്മളങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പോകുന്ന നല്ല അടിയുണ്ട് ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മൾ നേരെ അകത്തോട്ട് വരും. അകത്തോടിയാണ് ഇരിക്കുന്നത്. അപ്പം അവൻ്റെ പുറകെ ഓടിയാൻ അവൻ പിന്നെ നമ്മളിട്ട് ഓടിക്കുക, എല്ലാവരും ഇട്ട് ഓടിക്കുക. പിന്നെ മറ്റേ ക്യാരക്ടർ സ്പീഡ് ചെയ്യുന്ന സ്കാറിനെ അങ്ങ് കുത്തി, അത് സോറി യോമ്പിക്ക് കിട്ടും. ഞാൻ ഡൗണായി പിന്നെ സ്കാറിന് ഫിനിഷാക്കി. പിന്നെ ഞാൻ അവിടെ ചെന്ന് അവൻ്റെ ലൂട്ട് എടുത്തു. എന്നിട്ട് അപ്പോൾ ഞാൻ നോക്കി അമ്മാരുടെ അടുത്ത് അടിയോ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാനിപ്പം എൽഫോർ വെസ്റ്റ് എടുത്ത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ടീംമേറ്റും വന്ന്. അപ്പോൾ അമ്മാരുടെ അടുത്ത് ഫൈറ്റ് നടക്കുക ഗൈസ്. അമ്മാർ ഇപ്പോൾ ഒരു കില്ലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിപ്പോൾ അമ്മാരുടെ അടുത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക് മാക്സിമം എല്ലാം ചെയ്യണേ. അപ്പം മറക്കാതെ ചെയ്യണേ ഗൈസ്. സപ്പോർട്ടും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം മാക്സിമം. എല്ലാവർക്കും മാക്സിമം ഷെയറും ഒക്കെ ചെയ്ത് കൊടുക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ വേറെ അകത്തോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ അകത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എല്ലാവരും കാണാൻ നോക്കിയപ്പോൾ ആരും ഇല്ലായിരുന്നു ഗൈസ്. അപ്പോഴത്തേക്ക് ഞാൻ വെറുതെ പോയിട്ടൊരു ഇല്ലിസ്റ്റ് ഇട്ട് ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മൾ ഇല്ലിസ്റ്റ് കണ്ടത് നമ്മളിവിടെ എന്തുവരെ പ്ലാന്റേഷനിലാണ് ഗൈസ്. അപ്പം പ്ലാന്റേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഗൈസ്. പിന്നെ ഇടയ്ക്ക് വണ്ടിയുടെ ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ വരുന്നതാണ് ഗൈസ്. ഇടയ്ക്ക് വണ്ടി പോകുമ്പോൾ എടുക്കാൻ പറ്റുന്നതാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് കയറുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ടീമിൽ ഒരുത്തുണ്ടാവണം. അവനാ നോക്കിയപ്പോൾ അവനകത്തല്ല, പിന്നെ വെളിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ നേരെ അവനെ പൊക്കാന്ന് വിചാരിച്ച് അങ്ങോട്ട് ഓടി പോവാണ് ഗൈസ്. അവനാ ഡൗണായി കിടക്കുമായിരുന്നു. ഞാൻ പിന്നെ അവിടെ ചെന്നപ്പോൾ എനിക്ക് നല്ല അടി കിട്ടി അവിടുന്ന്. ഞാൻ പിന്നെ ഇപ്പം അവനെ പൊക്കിയിട്ട് അങ്ങ് ഓടി. അപ്പോഴത്തേക്ക് എനിക്ക് പുറകെ നിന്ന് ഓടിയപ്പോൾ നല്ല രീതിയിൽ അവൻ അടി കിട്ടി. ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് പളവളാന്ന് കൂട്ട് മറ്റേ സാധനം ഇട്ട് തെറിച്ച് ഗൈസ് ഇവിടുന്ന്. ഇവിടെ ഇന്ന് നമ്മളിപ്പോൾ കത്താല. അപ്പോഴത്തേക്ക് നമ്മൾ തെറിച്ച് നേരെ ചെന്നത് തന്നെ എരുമിയുടെ വായിലോട്ടാണ് ഗൈസ് ചെന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച ഈ വീട്ടിൽ കയറി സേഫല്ലേ, ഈ വീട്ടിലെ ലാസ്റ്റവും മരുന്ന്. അപ്പോൾ ഈ വീട്ടിൽ കയറിയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ച് മണ്ടയ്ക്കോട്ട് പോകണം ഗൈസ്. വീടിൻ്റെ മണ്ടയ്ക്ക് വല്ലവരും ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ടാണ് കയറുന്നത്. ലാൻഡ്മേ വല്ലതൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കണം ഗൈസ്. അല്ലെങ്കിൽ കയറുമ്പോൾ ടപ്പാന്ന് പറഞ്ഞിട്ട് വീഴും. ഞാൻ പിന്നെ അമ്മേരെ നോക്കിക്കൊണ്ടിരിക്കും. അമ്മേരെ അവിടെ നല്ല മുട്ടനടി കണക്ക് തോന്നുന്നു, ഫൈറ്റ് കണക്ക് ഗൈസ്. എനിക്കങ്ങോട്ട് പോകണമെന്നുണ്ട്, പക്ഷെ പോയാൽ ചിലപ്പോൾ നമ്മൾ പിന്നെ ചത്തല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സപ്പോർട്ട് കൊടുക്കുവാണ് ഗൈസ്. അവിടെ ഒരു നിൽക്കുന്ന പോലെ കണ്ടു, പക്ഷെ അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോൾ കുറേ നേരം അടിയുന്നു വിമർശിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ കുറേ അടി അടിച്ച് നല്ല അടി കയറി ഗൈസ്. പിന്നെ അമ്മമാർ അതിൻ്റെ മറ്റേ വണ്ടിയെ പറയുന്നില്ല, അമ്മ എൻ്റെ വണ്ടിയുണ്ട്. ഞാൻ പിന്നെ അവിടെ നിന്ന് കുത്തിപ്പിടിച്ചെടുത്ത്. അപ്പോഴത്തേക്ക് പിന്നെ എന്നെ കണ്ടു. അപ്പോഴത്തേക്ക് പിന്നെ അമ്മ വിളിച്ച് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെടുത്ത് 2 പേര് കയറി വന്നു. ഞാൻ അപ്പോഴത്തേക്ക് നേരെ ഒന്നും നോക്കിയില്ല. അപ്പോൾ അമ്മ ഗ്ലൂട്ടിച്ച് കയറി. അപ്പോൾ ചാടി പിന്നെ മണ്ടയ്ക്കോട്ട് കയറാൻ പോയി. പിന്നെ കയറണ്ടെന്ന് വിചാരിച്ച് ഇതിൻ്റെ പുറകെ പോയപ്പോൾ ഇവിടുന്ന് അടി കിട്ടി. ഇവിടെ ഗ്ലൂട്ട്. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ നമ്മുടെ ടീമേറ്റ് അമ്മ 2 ഉള്ളൂ, ഞാൻ പിന്നെ വേറെ തന്നെ. അപ്പോഴത്തേക്ക് അങ്ങനെ റിസ്ക് എടുക്കുന്നില്ല. പിന്നെ ചിലപ്പോൾ ബാക്ക് വല്ലിന് ഇവിടെ നിന്ന് മെഡടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ കണ്ടില്ല, വെറുതെ അടിയെ പുതിയ കിട്ടും വന്നു. അപ്പോൾ ഞാനിപ്പോൾ അവനെ ഡൗൺ ആക്കി അടിച്ച് എന്നിപ്പോൾ ഫിനിഷാക്കി കളിച്ചു. എന്നിട്ട് ഞാൻ നേരെ ബാക്കിലോട്ട് പോയി. പിന്നെ ഇനിയും വരുവാണെങ്കിൽ അറിയാമല്ലോ. അപ്പോഴത്തേക്ക് നേരെ ബാക്കിലോട്ട് പോയി. അപ്പോഴത്തേക്ക് അവനെ ഇപ്പോൾ ഡൗൺ ആക്കാൻ നോക്കിയപ്പോൾ തന്നെ അവനെ കൊന്നു ഗൈസ്. അപ്പോഴത്തേക്ക് അവനെലിപ്പോൾ എന്നെ അങ്ങ് അടിച്ച് കൊന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഇനി ടീമേറ്റ് ഉണ്ട് ഗൈസ്. ടീമേറ്റിന് അടി കിട്ടുന്നുണ്ട്, നല്ല രീതി അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മൾ ചത്തിന് ഒരാളും കൂടെ ഉള്ളു. ഇവൻ എടുക്കുവാണെങ്കിൽ പോയാൽ, അല്ലെങ്കിൽ ഇല്ല. 3 പേരും കൂടെ ഉള്ളു. പക്ഷെ അവന്മാർ സ്കോഡ്, അതാ പ്രശ്നം ഗൈസ്. പിന്നെ മാക്സിമം ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഇടുന്നത്. 50 സബ്സ്ക്രൈബേഴ്സ് ആയാൽ ലൈവ് ഇടും ഗൈസ്. ലൈവ് വരും. അപ്പോഴത്തേക്ക് എല്ലാവരും ജോയിനൊക്കെ ചെയ്യാൻ മാക്സിമം നോക്കണം. 50 സബ്സ്ക്രൈബേഴ്സ് ഇപ്പം 40 ആയി ഗൈസ്. 50 അടിക്കുമ്പോൾ ലൈവ് ഇടും. അപ്പോഴത്തേക്ക് ഒരു തന്നെ ഡൗൺ ആയി ഗൈസ്. പിന്നെ ഇപ്പം നേരെ വണ്ടിയുടെ അകത്ത് കയറി മെഡടിച്ച്. അവന്മാർ കണ്ടില്ലെന്ന് തോന്നുന്നു, സുഹൃത്തി അടിക്കായിരുന്നു. വണ്ടിയുടെ അകത്ത് കയറി എളുപ്പം ഇരുന്ന് മെഡടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഇവനിപ്പോൾ ഇറങ്ങിയിട്ട് വണ്ടി ഓടിച്ചു. അപ്പോഴത്തേക്ക് ഇവന് അടി കിട്ടി. ഇച്ചിരി അടിയൊക്കെ തലയ്ക്ക് ഹെഡൊക്കെ കയറി. അമ്മരടിച്ച് നോക്കുന്നുണ്ട് പൊട്ടിക്കാൻ വേണ്ടി. പിന്നെ നേരെ തറയിലോട്ട് പോയി. ഭീമാസ് പിന്നെ മറ്റേ സൈഡില്ല, അവിടെ പോയി വണ്ടി ഇട്ടിട്ട് നിന്ന്. പിന്നെ വണ്ടി എടുത്തോണ്ട് നോക്കിയതാന്ന് തോന്നി, അറിയാതെ അവനോട് സ്റ്റക്കായി പോയി.
അപ്പോഴത്തേക്ക് ഇത്രേ ഉള്ളൂ ഗായ്സ്. അടുത്ത വീഡിയോ കാണാം. ബൈ ഗായ്സ്. എല്ലാവരും ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. ബൈ ഗായ്സ്. മാക്സിമം ലൈക്കും ഷെയറും സപ്പോർട്ടും എല്ലാം ചെയ്യണേ. ബൈ ഗായ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ ഗായ്സ്. എല്ലാവരും അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.